ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനവും പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ന്യൂനപക്ഷക്ഷേമ, കായിക, വഖഫ്, ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന് 50 ലക്ഷം രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ബാക്കിയുള്ള തുക കായിക വകുപ്പിന്റെ പ്രത്യേക ഫണ്ടിലൂടെയുമാണ് അനുവദിച്ചത്. പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയുടെ ഭാഗമായി 49,10,10,000 രൂപ ചെലവിൽ നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 6 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് സ്വാഗതം പറഞ്ഞു. ഇരിക്കൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ചടങ്ങിന് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, കണ്ണൂർ ADM പത്മചന്ദ്രക്കുറുപ്പ്, ന്യൂനപക്ഷക്ഷേമ വകുപ്പ് ഡയറക്ടർ സബിൻ സമീത് IAS തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് കുമാർ R റിപ്പോർട്ട് അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി OS, ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ഷാജി, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ജോസഫ്, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുനീർ PK, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലക്കലോടി, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഷ്മ KP, ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി ജോസഫ്, അഷ്റഫ് പാലിശ്ശേരി, രതിബായ് ഗോവിന്ദൻ, നിനോജ് മേപ്പടിയത്ത്, ജോർജ് EM, MV സുനിൽകുമാർ, ഷൈൻ I ടോം, ടോമി മുക്കനൂലിൽ, PK ശശി, റിജിമോൻ, M അസീസ്, ഡോജു, സുജി R, അപ്പച്ചൻ കൂമ്പുങ്കൽ, റജി ചക്കാലക്കൽ, ഹസീന നാസർ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. B രാജേശ്വരി ചടങ്ങിന് നന്ദി പറഞ്ഞു. PMJVK പദ്ധതി പ്രകാരം നമ്മൾ കേരളത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പണം ബ്ലോക്ക് മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. അതിൽ ഈ വിദ്യാലയത്തിൽ നമ്മൾ ഉണ്ടാക്കിയുള്ള കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങൾക്ക് പഴയ എസ്റ്റിമേറ്റ് പ്രകാരം 49 ലക്ഷമായിരുന്നു ഉണ്ടായിരുന്നു. പിന്നീട് അത് എസ്റ്റിമേറ്റ് അതിൻ്റെ വർധനവിൽ ആ പണി പൂർത്തീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി. അത് പൂർത്തീകരിക്കാൻ നമ്മൾ വിളിച്ചൊരു മീറ്റിങ്ങിൽ വെച്ച് അത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് ആവശ്യമായിട്ടുള്ള 25 ലക്ഷം രൂപ ഈ ക്ലാസ് റൂമുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് ഈ പദ്ധതിക്ക് നൽകാമെന്ന് ഒരറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ PMJVK പദ്ധതിയായാലും കേന്ദ്ര ഗവൺമെൻറ് ഏത് പദ്ധതിയാണെങ്കിലും ആ പദ്ധതികളിൽ അനുവദിക്കുന്ന തുകയുടെ 60% മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകുക. അതിൽ 40% തുക അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് ചെലവഴിക്കേണ്ടത്. അതെല്ലാ പദ്ധതിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മളതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതികളിൽ പണം ചെലവഴിക്കാം എന്നുള്ള പുതിയൊരു ഉത്തരവ് കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി, ഈ നമ്മുടെ വിദ്യാലയത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടം, ഉളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ച ഈ കെട്ടിടം പൂർത്തീകരിക്കാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ 25 ലക്ഷം രൂപ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ചു. നിങ്ങളുടെ ക്ലാസ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്: വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റനിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡൂർ റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.